ഒരു കാലത്ത് നൈൽ നദിയിൽ ധാരാളമായി ഉണ്ടായിരുന്ന മുതലകൾ ഗർഭ സുഹൈൽ ഗ്രാമത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം കൊണ്ടുവരുന്ന ജീവികളാണ്. ഫറോവമാരുടെ നഗരങ്ങളായ ലക്സറിൽ നിന്നും അസ്വാനിലേക്ക് പോകാനായി 2 റോഡുകളാണ് ഇപ്പോഴുള്ളത്. അതിലൊന്ന് സഹാറ മരുഭൂമിയിലൂടെയും മറ്റൊന്ന് നൈൽ നദിയുടെ ഓരം ചേർന്നുള്ള കാർഷിക ബെൽറ്റിലൂടെയുമാണ്. ഇതിൽ കാർഷിക റൂട്ടിലൂടെയാണ് ഞാനിപ്പോൾ ലക്സറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കൃത്യമായി പറഞ്ഞുറപ്പിച്ചില്ലെങ്കിൽ സഹാറയിലൂടെയുള്ള വരണ്ടതും വിരസവുമായ പാതയായിരിക്കും ടാക്സി ഡ്രൈവർമാർ തിരഞ്ഞെടുക്കുന്നത്. അതാണ് അവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാനാവുന്നതും തിരക്കില്ലാത്തതുമായ റൂട്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലുടനീളം ഗ്രാമങ്ങളും കൃഷിത്തോട്ടങ്ങളും ഈജിപ്ഷ്യൻ ജനജീവിതത്തിൻ്റെ അപൂർവമായ പലതരം കാഴ്ചകളും ആസ്വദിക്കാനുണ്ടെങ്കിലും എന്തുകൊണ്ടോ അതുവഴിയെ വരാൻ ആവശ്യപ്പെട്ടാൽ മിക്ക ഡ്രൈവർമാരും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക. നൈൽ നദിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനാണ് സഞ്ചാരികൾ അസ്വാനിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നും നുബിയൻ ഗോത്രക്കാരുടെ ഗ്രാമങ്ങളിലേക്ക് ബോട്ടുകൾ പോകുന്നുണ്ട്. ഫറോവമാരുടെ കാലം മുതൽക്ക് ഈ നദിയുടെ ഓരം ചേർന്ന് ജീവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഇവരുടെ സംസ്കാരവും ഭാഷയുമൊക്കെ ഈജിപ്തിലെ മറ്റ് ജനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. അങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്ന ഒരു ബോട്ടിൻ്റെ മുതലാളിയാണ് ഇദ്ദേഹം. ഈജിപ്തിൽ എന്നല്ല മുസ്ലിം ലോകത്തെ തന്നെ ഏറ്റവും സാധാരണമായ പേരാണ് ഈ ബോട്ട് ഓടിക്കുന്ന സ്രാങ്കിൻ്റേത്, മുഹമ്മദ്. വളരെ പ്രസന്നനും മിടുക്കനുമായ ഒരാൾ. നദിയെക്കുറിച്ച് കൃത്യമായ അവബോധം മുഹമ്മദിനുണ്ട്. സാധാരണഗതിയിൽ 100 ഈജിപ്ഷ്യൻ പൗണ്ടിന് മുകളിലാണ് ഇവിടെ നിന്നും നുബിയ ഗോത്രക്കാരുടെ ഗ്രാമമായ ഗർഭ സുഹൈലിലേക്ക് പോകാനും തിരികെ വരാനുമുള്ള ചാർജ്. ഞങ്ങൾക്ക് പക്ഷേ 800 പൗണ്ടിനാണ് മുഹമ്മദ് ഈ യാത്ര ഒരുക്കി തരുന്നത്. നദിയിലൂടെ രാപ്പകൽ ഭേദമില്ലാതെ ധാരാളം ക്രൂയിസ് ഷിപ്പുകൾ ലക്സറിലേക്കും തിരികെയും പോകുന്നുണ്ട്. അസ്വാനിൽ നിന്ന് അബൂ സിംബലിലേക്ക് പോകുന്ന ക്രൂയിസ് ഷിപ്പുകളുമുണ്ട്. ഫറോവമാരുടെ ആദ്യകാല സങ്കേതങ്ങളിലൊന്നാണ് സുഡാൻ അതിർത്തിയിലുള്ള അബൂ സിംബൽ. ഭക്ഷണവും ബെഡ്റൂമും ഉൾപ്പെടെ ലക്സറിൽ നിന്നും പുറപ്പെടുന്ന 2 ദിവസത്തെ ക്രൂയിസ് യാത്രയ്ക്ക് $300 മുതൽക്കാണ് നിരക്ക് ഈടാക്കുന്നത്. അബൂ സിംബലിലേക്കാണെങ്കിൽ 5 ദിവസമായിരിക്കും യാത്രാദൈർഘ്യം. $600 മുതൽക്ക് ടിക്കറ്റ് നിരക്കും നൽകേണ്ടി വരും. അസ്വാനിൽ നിന്നും നദിയിലൂടെ നീങ്ങി തുടങ്ങുമ്പോൾ ഇടതുഭാഗത്തായി പട്ടണത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കൂട്ടിനുണ്ടാകും. അക്കരയിലാണ് അസ്വാനിലെ ഗ്രാമങ്ങൾ. ജനജീവിതത്തിൻ്റെ പലതരം ദൃശ്യങ്ങളാണ് ഈ നദിയിലൂടെ ഒഴുകി വരുന്നത്. അസുഖം പിടിച്ചതാണെന്ന് തോന്നുന്നു. ഒരു കഴുതയെ ബോട്ടിൽ കയറ്റി ടൗണിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മറ്റൊരു ബോട്ടിൽ അക്കരെയുള്ള ഗ്രാമത്തിലേക്ക് ചരക്കുകളുമായി ഒരാൾ പോകുന്നുണ്ട്. നദിയിലൂടെ നീങ്ങിത്തുടങ്ങുമ്പോൾ പെട്ടെന്ന് മറികടന്നു പോകാൻ കഴിയില്ലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നിരവധി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് ഞങ്ങളുടെ ബോട്ട് കടന്നു പോകുന്നത്. നദിയുടെ മറുകരയിലെ ചില പാറക്കെട്ടുകൾ നൂറ്റാണ്ടുകളായുള്ള വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് മനോഹരമായ ഡിസൈനുകളിലേക്ക് മാറിയിട്ടുണ്ട്. അസ്വാനിൽ നിന്നും പുറപ്പെട്ട് അധിക ദൂരം മുന്നോട്ട് പോകുന്നതിന് മുമ്പേ തന്നെ നദിയുടെ മറുകരയിൽ ദൂരെയായി ഒരു ദർഗ കാണാനാവും. ഇസ്മായിലി മുസ്ലിങ്ങളുടെ ആത്മീയ ആചാര്യനായ ആഗാഖാൻ മൂന്നാമൻ്റെ മൃതികുടീരമാണിത്. ഏകദേശം 1 മണിക്കൂറോളം ഈ ബോട്ടിൽ സഞ്ചരിക്കുമ്പോഴാണ് ഗർഭ സുഹൈലിലേക്ക് എത്തുന്നത്. കപ്പലുകൾ പോകുന്ന വഴിയിലൂടെയല്ല ബോട്ടുകൾ നീങ്ങുക. അസ്വാനിലേക്കെത്തുന്ന നൈൽ നദി നിരവധി ഡെൽറ്റകൾക്കിടയിലൂടെ പിരിഞ്ഞ് ചിലയിടത്ത് കഷ്ടിച്ച് 10-12 അടി മാത്രം വീതിയിൽ ഒഴുകുന്നത് കാണാം. ഇങ്ങനെയുള്ള തുരുത്തുകൾക്കിടയിലൂടെയാണ് മുഹമ്മദ് ഇപ്പോൾ ബോട്ട് ഓടിക്കുന്നത്. നൈലിൻ്റെ അക്കരയിലെ ഗ്രാമങ്ങളും ഈ ഭാഗത്തെ ജലജീവിതത്തിൻ്റെ വൈവിധ്യവുമൊക്കെ സഞ്ചാരികൾക്ക് പരിചയപ്പെടാൻ ഏറെ സഹായകരമാണ് ഈ യാത്ര. നദിയുടെ പ്രധാന ശാഖയിലൂടെ പോവുകയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ നുബിയ വില്ലേജിൽ എത്തിച്ചേരാനാവും. ഡെൽറ്റകളിലൂടെ ചുറ്റിത്തിരിഞ്ഞ് സുഹൈലിലേക്ക് പോകുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നീർനായകളെയും അപൂർവം അവസരങ്ങളിൽ മുതലകളെപ്പോലും നിങ്ങൾക്ക് കാണാൻ കഴിയും. നൈൽ നദിയിലാണ് ലോകത്തെ ഏറ്റവും വലിയ ശുദ്ധജല മുതലകൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ഗ്രാമത്തിൽ പരമ്പരാഗത ആചാരങ്ങളുടെ ഭാഗമായി വീടുകളിൽ മുതലകളെ വളർത്തുന്നവരുണ്ട്. തീരെ കുറവാണ് നിലവിൽ അങ്ങനെയുള്ള വീടുകളുടെ എണ്ണം. നദിക്ക് കുറുകെ 1970-ൽ അസ്വാൻ ഡാം പണിഞ്ഞതിന് ശേഷം നൈലിനകത്തെ മുതലകളുടെ സാന്നിധ്യം നല്ലൊരളവിൽ കുറഞ്ഞുപോയിട്ടുണ്ട്. അസ്വാൻ അണക്കെട്ടിനോട് ചേർന്ന് സുഡാൻ വരെ പരന്നു കിടക്കുന്ന അൽ നസർ തടാകത്തിലാണ് നൈൽ ക്രോക്കഡൈലുകളെ ഇപ്പോൾ കാണാനാവുക. നുബിയ ഗോത്രക്കാർ വീടുകളിൽ വളർത്തുന്ന മുതലകളെ ഒരൽപ്പം വലുതായി കഴിഞ്ഞാൽ ഈ തടാകത്തിൽ കൊണ്ടുപോയി വിടാറാണ് പതിവ്. നദീതീരത്തും ഡെൽറ്റകളിലുമുള്ള വിവിധയിനം പക്ഷികളും വൃക്ഷലതാദികളുമൊക്കെ ഈ ബോട്ട് യാത്രയെ ആകർഷകമാക്കി മാറ്റുന്നുണ്ട്. വഴിയിലൊരിടത്ത് ഒരു ബൊട്ടാണിക്കൽ പാർക്കും അതിനോട് ചേർന്ന റിസോർട്ടും കാണാനാവും. പുരാതന കാലത്ത് നിർമ്മിക്കപ്പെട്ടതാവാൻ ഇടയുള്ള ചില കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നുണ്ട്. ഗർഭ സുഹൈൽ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നത് വളരെ ദൂരത്തുനിന്ന് തന്നെ നമുക്ക് കാണാനാവും. അതിമനോഹരമായ രീതിയിൽ ചായം തേച്ച വീടുകളാണ് ഈ ഗ്രാമത്തിൻ്റെ സവിശേഷത.
നീലയും മഞ്ഞയും പച്ചയുമാണ് അതിൽ കൂടുതലും എടുത്തു നിൽക്കുന്ന വർണ്ണങ്ങൾ. ഗ്രാമത്തിൻ്റെ മുമ്പിലുള്ള ബോട്ട് ജെട്ടിയിൽ സഞ്ചാരികളെ ഇറക്കിവിട്ട് അവർക്ക് ആവശ്യമുള്ള സമയം കൊടുക്കുകയാണ് ഇവിടുത്തെ രീതി. ഗ്രാമം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഡ്രൈവറെ മൊബൈലിൽ വിളിക്കുകയാണെങ്കിൽ നദിയിൽ അല്പമകലെ മാറ്റിയിട്ട് കാത്തിരിക്കുന്ന ബോട്ട് ജെട്ടിയിലേക്ക് തിരികെ വരും. പടവുകൾ കയറി മുകളിലേക്ക് കയറുമ്പോൾ കാണുന്നത് ഈ ഗ്രാമത്തിലുള്ളവരുടെ കരകൗശല വസ്തുക്കൾ നിരനിരയായി വിൽക്കാൻ വെച്ച കടകളാണ്. സവിശേഷമായ സംസ്കാരമാണ് നുബിയ ഗോത്രത്തിൻ്റെതെന്ന് പറഞ്ഞല്ലോ. പ്രത്യേകമായ ഭാഷയും ഭക്ഷണവും അവർക്കുണ്ട്. ആഫ്രിക്കൻ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേക ശാഖയും ഈ ഗ്രാമങ്ങളിൽ പ്രചാരത്തിലുണ്ട്. ഗർബ് സുഹൈലിലേക്ക് കയറിയത് മുതൽ കേട്ടുകൊണ്ടിരുന്ന ആരവം ഈ വീട്ടിനകത്തു നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവിടെ എന്തോ ഒരു ചടങ്ങ് നടക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ഈ പാട്ടും ബഹളവും. സഞ്ചാരികൾ അകത്തേക്ക് കയറി വീട് കാണുന്നതിനോ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനോ ഒരു വിരോധവും അവർക്കുണ്ടായിരുന്നില്ല. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിഥികളോടുള്ള ഇത്തരം നിലപാടുകൾ. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പൊതുവെ ടൂറിസ്റ്റുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്കപ്പുറമായ ഊഷ്മളത ഈ ഗ്രാമത്തിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഈജിപ്തിലെ ന്യൂനപക്ഷ സമൂഹമായ നുബിയൻ ഗോത്രങ്ങളിൽ പ്രചാരത്തിലുള്ള ഭാഷ മുമ്പൊരിക്കൽ നടന്ന യുദ്ധത്തിൽ ഈജിപ്തിനെതിരെ തന്നെ സൈനികമായി ആശയവിനിമയം നടത്താൻ ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ടത്രേ. ഈ ഭാഷ സംസാരിക്കുന്ന ചിലരെ അവരുടെ സൈന്യത്തിനകത്ത് റിക്രൂട്ട് ചെയ്താണ് 1973 യോം കിപ്പൂർ യുദ്ധത്തിൽ ഇസ്രായേൽ പുതിയൊരു മിലിറ്ററി കോഡ് വികസിപ്പിച്ചത്. ഇസ്രായേലികളുടെ ഹിബ്രു ഭാഷ പഠിച്ചവർ ഈജിപ്ഷ്യൻ സൈന്യത്തിനകത്ത് അന്നുണ്ടായിരുന്നുവെങ്കിലും സ്വന്തം രാജ്യത്തെ നുബിയ ഭാഷ അറിയുന്നവർ സൈനികരിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ യുദ്ധത്തിൽ പരാജയപ്പെടുന്നതുവരെയും നുബിയൻ ഭാഷയാണ് ഇസ്രായേലികൾ ഉപയോഗിച്ചതെന്ന് പോലും ഈജിപ്തിലെ സൈന്യം തിരിച്ചറിഞ്ഞിരുന്നില്ല. കാലങ്ങളായി ഈജിപ്തിൻ്റെ ഭരണകൂടങ്ങൾ നുബിയൻ ഗോത്രങ്ങളെ അവഗണിച്ചത് ഇസ്രായേൽ മുതലെടുക്കുകയാണ് ചെയ്തത്. ന്യൂനപക്ഷങ്ങളോടുള്ള ഈജിപ്തിൻ്റെ നിലപാടിൽ ഗണ്യമായ മാറ്റം വരുത്താൻ സഹായിച്ച ഒന്നായിരുന്നു ഈ യുദ്ധം. മുതലകളുടെ ഗ്രാമം എന്ന വിശേഷണം അതിവേഗം ഇല്ലാതാവുകയാണെങ്കിലും ഗർബ് സുഹൈലിൽ അവയുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്ക് ഒരു ക്ഷാമവുമില്ല. മിക്ക വീടുകളുടെയും മുകളിൽ മുതലകളുടെ മമ്മികൾ തൂക്കിയിട്ടത് കാണാം. ജീവനുള്ളതോ മമ്മികളാക്കപ്പെട്ടതോ ആയ മുതലകൾ ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. കരുത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഉർവരതയുടെയും പ്രതീകമായി മനസ്സിലാക്കുന്ന പുരാതന ഈജിപ്ഷ്യൻ ദൈവമായ സോബക്കുമായാണ് ഈ വിശ്വാസത്തിന് ബന്ധം. മുതലയുടെ തലയുള്ള സോബക്കിനെ നൈൽ നദിയുടെ ദൈവമായും കണക്കാക്കുന്നുണ്ട്. അസ്വാന് സമീപത്തെ കോം ഓംബോ ക്ഷേത്രത്തിൽ മുതലത്തലയുള്ള സോബക്കിൻ്റെ പ്രതിഷ്ഠ കാണാം. നിരവധി മുതലകളുടെ മമ്മികളും ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. ഈ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെത്തിയ മുതലകളുടെ മമ്മികളെ അനുകരിച്ചാണ് നുബിയൻ ഗ്രാമങ്ങളിലെ വിശ്വാസ സങ്കല്പങ്ങൾ പിൽക്കാലത്ത് ശക്തിപ്പെട്ടത്. ഗർബ് സോയിലിലെ കടകളിൽ സ്റ്റഫ് ചെയ്ത് വിൽപ്പനക്ക് വെച്ച ധാരാളം മുതലകളുടെ രൂപങ്ങൾ കാണാനുണ്ട്. ജീവനോടെ പോറ്റി വളർത്തുന്ന ഒരു മുതലയെങ്കിലും കാണാനുള്ള ആഗ്രഹം സാധിച്ചു കിട്ടിയത് ഏറെ നേരം ഗ്രാമത്തിലൂടെ തലങ്ങും വിലങ്ങും നടന്നതിന് ശേഷമായിരുന്നു. കൂട്ടിലടച്ചിട്ട വളരെ ചെറിയ ഒരു മുതലയായിരുന്നു അത്. ക്രോക്കഡൈൽ ഹൗസ് എന്ന പേരിലായിരുന്നു ഈ വീട് അറിയപ്പെട്ടിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ അവരുടെ വീട്ടിൽ കുറെ കൂടി വലിയ ഒരു മുതല ഉണ്ടായിരുന്നുവത്രേ. അതിനെ തടാകത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു. യാദൃശ്ചികമായാണ് ഇതാ ഇങ്ങനെയൊരു കൂട്ടം മുമ്പിലെത്തിയത്. ദൂരത്തു നിന്ന് കണ്ടപ്പോഴേ എൻ്റെ സുഹൃത്ത് മുഹീസ് അവരെ തിരിച്ചറിഞ്ഞു. എവിടെ പോയാലും ഇവരാരും നാട് കാണാനായി ഈജിപ്തിലേക്ക് വന്നവരല്ല. കെയ്റോവിലെ അൽഹസർ സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണിവർ. വാരാന്ത്യത്തിലെ ഒഴിവുകൾ ഉപയോഗപ്പെടുത്തി ലക്സറും അസ്വാനും സന്ദർശിക്കുകയാണ് ഈ വിദ്യാർത്ഥി സംഘം. അസ്വാനിലെത്തുന്ന മിക്ക വിനോദസഞ്ചാരികളും എടുത്തിട്ടുണ്ടാവാൻ ഇടയുള്ളതാണ് ഈ ദമ്പതികളുടെ ഫോട്ടോ. വെറുതെയല്ല, ഫോട്ടോ എടുക്കുന്നതിന് ഈ ഉമ്മാമ $1 ഫീസ് ഈടാക്കുന്നത്. ഒട്ടക സവാരിയാണ് ഗ്രാമത്തിലെത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരനുഭവം. വളരെ ചെറിയൊരു തുക ഈടാക്കി ഗ്രാമത്തിൻ്റെ ഏതാണ്ട് പകുതി ഭാഗം ഒട്ടകപ്പുറത്തിരുന്ന് കാണാനുള്ള അവസരമാണിത്. ചില സവിശേഷമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഗർബ് സുഹൈലിൽ കിട്ടാനുണ്ട്. ഇലകളും പരിപ്പും ചേർത്ത് വേവിക്കുന്ന ഫത്ത ആദ് എന്ന ചോറ് അതിലൊന്നാണ്. മൺകുടുക്കയിൽ വേവിക്കുന്ന ഇറച്ചി വിഭവമായ ടാഗൻ ലഹ്മയും ചെമ്പരത്തിപ്പൂവിൻ്റെ ചായയും പനയിൽ നിന്നെടുക്കുന്ന ഒരുതരം സർബത്തുമൊക്കെ ഇവിടുത്തുകാരുടെ ഭക്ഷണത്തളികയിലെ പെരുമകളാണ്. ഈ ഗ്രാമത്തിലെ പാലുൽപ്പന്നങ്ങളും പേരുകേട്ടവയാണ്. പശുക്കൾ തീരെ കുറവാണെങ്കിൽ കൂടിയും ചീസുണ്ടാക്കുന്നതിൽ ബഹുസമർത്ഥരാണ് ഇവിടെയുള്ളവരെന്നാണ് പറഞ്ഞു കേട്ടത്.
കപ്പൽ ചാലിലൂടെയാണ് മടക്കയാത്രയിൽ ഞങ്ങളുടെ ബോട്ട് അസ്വാനിലേക്ക് തിരിച്ചത്. നേരത്തെ കണ്ട ഡെൽറ്റകളും കൊച്ചുമണൽത്തിട്ടകളുമൊന്നും ഈ വഴിയിലില്ല. പക്ഷേ കനത്ത നീരൊഴുക്കും പേടിപ്പെടുത്തുന്ന ചുഴികളുമുള്ള അത്യാവശ്യം നല്ല ആഴമുള്ള ഭാഗങ്ങളാണിത്. അങ്ങോട്ടേക്ക് പോയതിൻ്റെ പകുതി സമയമേ തിരിച്ചെത്താൻ വേണ്ടി വന്നുള്ളൂ. അസ്വാനിൽ നിന്നും കപ്പലിൽ ലക്സറിലേക്കുള്ള യാത്രകൾ പുറപ്പെടുന്നത് ഉച്ചയോടെയാണ്. അതുകൊണ്ട് തന്നെ മടക്കയാത്രയിലുടനീളം നൈൽ നദിയിൽ നിറയെ ഒന്നിനു പുറകെ മറ്റൊന്നായി നീങ്ങുന്ന ക്രൂയിസ് ഷിപ്പുകളായിരുന്നു കാണാനുണ്ടായിരുന്നത്. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.